എല്ലാവർക്കും നമസ്കാരം. കൊമേഴ്സ് ഗൈഡിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 2022 നടന്ന എക്സാമിലെ കൊമേഴ്സ് ഭാഗത്തു നിന്നുള്ള 20 ചോദ്യങ്ങളിൽ നിന്നും 10 ചോദ്യം നമ്മൾ അനലൈസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ ബാക്കി 10 ചോദ്യങ്ങളുടെ അനാലിസിസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റിലേക്ക് കടക്കാം. 11ാമത്തെ ചോദ്യമായിട്ട് വന്നത് ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ എ, സെൻസെക്സ് ഈസ് എൻ ഇൻഡെക്സ് ഓഫ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓപ്ഷൻ ബി, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ആർ ഇഷ്യൂഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഓപ്ഷൻ സി, ബുൾ എക്സ്പെക്ട് എ fall in the price of securities in the near future. Option D, SEBI is the regulator of Indian money market. നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്ത സമയത്ത് കൊമേഴ്സ് പാർട്ടിലുള്ള സിലബസിലെ ഒരു മൊഡ്യൂൾ ആയിരുന്നു ഫിനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. ആ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ 4 സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. സെൻസെക്സ് ഈസ് എൻ ഇൻഡെക്സ് ഓഫ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ പ്രധാനമായിട്ട് 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണുള്ളത്. ഒന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, രണ്ടാമത്തത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതില് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആണ് സെൻസെക്സ്. സെൻസിറ്റീവ് ഇൻഡെക്സിന്റെ ചുരുക്കപ്പേരാണ് സെൻസെക്സ് കേട്ടോ. അപ്പൊ എന്താണ് ഈ സെൻസസിലൂടെ അല്ലെങ്കിൽ ഈ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്? അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരുപാട് കമ്പനീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതില് ലാർജസ്റ്റ് ആയിട്ടുള്ള 30 കമ്പനിയുടെ ഷെയർ പെർഫോമൻസ് അല്ലെങ്കിൽ ഷെയർ പ്രൈസ് പെർഫോമൻസ് ആണ് ഈ സെൻസസിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സെൻസസ് നമുക്ക് അനലൈസ് ചെയ്യുന്നതിലൂടെ ഈ ഷെയർ മാർക്കറ്റിന്റെ പെർഫോമൻസ് എന്താണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആണ് സെൻസെക്സ്. അതേപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട് അല്ലെ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് അറിയപ്പെടുന്നത് നിഫ്റ്റി എന്നാണ് കേട്ടോ. ഇതൊന്ന് ഓർത്തിരിക്കാം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് നിഫ്റ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കൂ. കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ആർ ഇഷ്യൂഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഇത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് കോർപ്പറേഷൻസ് ആണ് അല്ലെങ്കിൽ കമ്പനീസ് ആണ്. ഓക്കെ, അതായത് ഒരു കമ്പനിക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അവര് പബ്ലിക്കിന്റെ അടുത്തുനിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്. ഓക്കെ, അപ്പൊ ഇത് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് കോർപ്പറേഷൻസ് ആണ്, കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ബുൾ എക്സ്പെക്ട് എ ഫാൾ ഇൻ ദ പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഓക്കെ, ഇതും തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തുകൊണ്ടാണ് അത് തെറ്റായത്? അതായത് നമ്മുടെ ഷെയർ മാർക്കറ്റില് ഷെയർ മാർക്കറ്റ് പെർഫോമൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സിമ്പിൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ബുള്ളും രണ്ടാമത്തേത് ബെയർ. ഓക്കെ, ബുൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, കാളയാണ് അല്ലെ. അപ്പൊ ഈ കാള എപ്പോഴും മേലോട്ടായിരിക്കും നോക്കുക എന്നുള്ളതാണ് കോൺസെപ്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷെയർ മാർക്കറ്റിലെ ഷെയർസിന്റെ പ്രൈസ് ഭാവിയിൽ ഇൻക്രീസ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് കാണിക്കുന്ന ഇൻഡിക്കേഷൻ ആണ് ബുൾ. ഓക്കെ, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ബെയർ. അതായത് ഫ്യൂച്ചറിൽ ഷെയർ മാർക്കറ്റിൽ സെക്യൂരിറ്റീസിന്റെ പ്രൈസ് കുറയാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ഫാൾ ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിൾ ആണ് ബെയർ. കരടി അല്ലെ, കരടി എപ്പോഴും താഴോട്ടായിരിക്കും നോക്കുക. ഇങ്ങനെയാണ് അത് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ 2 സിമ്പിൾ എന്ന് ഓർത്തിരിക്കുക, ബുള്ളും ബെയർ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ് അല്ലെ. ബുൾ എക്സ്പെക്ട് എ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് സെക്യൂരിറ്റി ആണ് അല്ലെ, ഫാൾ അല്ല. അപ്പൊ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി 4ാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കൂ. സെബി ഈസ് ദ റെഗുലേറ്റർ ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ്. ഇത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. എന്തുകൊണ്ടാണ് അത് തെറ്റായത്? അതായത് സെബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ സെക്യൂരിറ്റി മാർക്കറ്റ് അഥവാ സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, അപ്പൊ മണി മാർക്കറ്റിനെ അല്ല, ക്യാപിറ്റൽ മാർക്കറ്റിനെ അഥവാ സെക്യൂരിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യലാണ് സെബിയുടെ ഡ്യൂട്ടി. ഓക്കെ, അപ്പൊ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സെൻസെക്സ് ഇസ് എൻ ഇൻഡെക്സ് ഓഫ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. 12ാമത്തെ ചോദ്യം. ദ ഫസ്റ്റ് ഡീമെറ്റീരിയലൈസ്ഡ് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ where fully automated screen-based electronic trading system was introduced. A, Bombay Stock Exchange. B, Multi-Commodity Exchange. C, National Stock Exchange. D, Over-the-Counter Exchange of India. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഡീമെറ്റീരിയലൈസ്ഡ് ആയിട്ടുള്ള ഷെയർ മാർക്കറ്റ് അഥവാ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണെന്നാണ് നമ്മോട് ചോദിച്ചത്. അപ്പൊ എന്താണ് ഡീമെറ്റീരിയലൈസേഷൻ എന്നുള്ളത് നമ്മൾ അറിയണം.
ഓക്കെ, അപ്പൊ ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്, സി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഡി ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. അപ്പൊ നമുക്ക് എന്താണ് ഡീമെറ്റീരിയലൈസേഷൻ പ്രോസസ് എന്നുള്ളതൊന്ന് നോക്കാം. നോക്കൂ, ഡീമെറ്റീരിയലൈസ്ഡ് എക്സ്ചേഞ്ച് ഈസ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വേർ ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ് ആർ റീപ്ലേസ്ഡ് ബൈ ഇലക്ട്രോണിക് റെക്കോർഡ് ഓഫ് ഓണർഷിപ്പ്. അതായത് ഇപ്പം ഇലക്ട്രോണിക് റെക്കോർഡ് ഓഫ് ഓണർഷിപ്പ് ഓഫ് സെക്യൂരിറ്റി ആണ് ഇപ്പോൾ ഉള്ളത്. പണ്ട് കാലത്ത് നമ്മളൊരു കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് തരിക. ഓക്കെ, അതായത് ഇപ്പൊ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്നോ അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്നോ പണ്ട് ഷെയർ പർച്ചേസ് ചെയ്യുമ്പോൾ അവരൊരു സർട്ടിഫിക്കറ്റ്, ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് തരിക. പക്ഷെ ഇന്ന് അതെന്താണ്, ഇലക്ട്രോണിക് റെക്കോർഡായിട്ട് മാറി. ഓക്കെ, ഇപ്പൊ നമുക്കൊരു ഷെയർ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇലക്ട്രോണിക് റെക്കോർഡാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക, ഫിസിക്കൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അല്ല. അപ്പൊ ഇത് ആദ്യമായിട്ട് ചെയ്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് ഡീമെറ്റീരിയലൈസ്ഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡീമെറ്റീരിയലൈസ്ഡ് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ ഫസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. Okay, the National Stock Exchange was the first dematerialized exchange in India to introduce a fully automated screen-based electronic trading system in 1994. ഈ സ്റ്റേറ്റ്മെന്റ് നിർബന്ധമായിട്ടൊന്ന് പഠിച്ചിരിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഡീമെറ്റീരിയലൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സ്ക്രീൻ ബേസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു പീരീഡ് ഒന്ന് ഓർത്തിരിക്കാൻ 1994 ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഒന്ന് നോക്കൂ. ദ ഫസ്റ്റ് dematerialized exchange in India where fully automated screen-based electronic trading system was introduced by National Stock Exchange അഥവാ NSE. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നോക്കൂ. 13ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു സെബി. ഓപ്ഷൻ എ, established as a statutory body in 1998. ഓപ്ഷൻ ബി, check price rigging of securities. Option C, headquarters at New Delhi. Option D, both A and B. അപ്പൊ സെബി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഈ സെബി റിലേറ്റഡ് ആയിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത് അല്ലെ. നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ സെബിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട സെബിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1988-ലാണ്. എസ്റ്റാബ്ലിഷ് ചെയ്ത പീരീഡ് ആണ്. അത് 1992 ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് മാറി. ഈ സെബി ആക്ട് പാസ്സാക്കിയത് 1992-ലാണ്. അപ്പൊ അന്ന് മുതൽ അത് എന്തായിട്ട് മാറി, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് മാറി. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി? അതായത് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ എബിലിറ്റി ഉള്ള ഒരു കോർപ്പറേഷന്റെ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഏജൻസിയുടെ പവറിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെബിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, അവരുടെ മേഖലയിൽ തീരുമാനങ്ങൾ എടുക്കാം. അപ്പം സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് മാറിയത് 1992-ലാണ്. സെബിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണേ. സെബി, RBI പോലുള്ള ഓർഗനൈസേഷന്റെ ഒക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. ഇനി സെബിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്, പ്രൊട്ടക്ടിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റിംഗ് ഇൻ സെക്യൂരിറ്റീസ് അലോങ് വിത്ത് റെഗുലേറ്റിംഗ് ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഇതാണ് സെബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം. അതായത് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാം, അതേപോലെ തന്നെ സെക്യൂരിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെബിയുടെ ഫംഗ്ഷൻ ആണ് ടു പ്രിവെന്റ് പ്രൈസ് റിഗിംഗ് ആൻഡ് അതർ മാൽ പ്രാക്ടീസസ് ഇൻ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ടു പ്രൊട്ടക്ട് ഇൻവെസ്റ്റേഴ്സ്. അതായത് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ നടക്കാൻ സാധ്യതയുള്ള മാൽ പ്രാക്ടീസസും അതുപോലെ തന്നെ പ്രൈസ് റിഗിംഗ് എന്ത് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക, അത് തടയാന്നുള്ളതും സെബിയുടെ പ്രൈമറി ഫംഗ്ഷനിൽ വരുന്നതാണ്. അപ്പൊ എന്താണ് പ്രൈസ് റിഗിംഗ്? പ്രൈസ് റിഗിംഗ് ഈസ് ആൻ ഇല്ലീഗൽ പ്രാക്ടീസ് വേർ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ് മാനിപ്പുലേറ്റ് ദ പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ് ടു ക്രിയേറ്റ് ആർട്ടിഫിഷ്യൽ ഓർ ഫാൾസ് മാർക്കറ്റ് പ്രൈസ്. അപ്പൊ എന്താണ് പ്രൈസ് റിഗിംഗ്? അതായത് ഷെയർ മാർക്കറ്റില് സെക്യൂരിറ്റീസിന്റെ പ്രൈസ് കുറച്ച് ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ ഗ്രൂപ്പോ ചേർന്ന് എന്ത് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് പ്രൈസ് അവിടെ ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു പ്രോസസ്സിനെയാണ് പ്രൈസ് റിഗിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ഇല്ലീഗൽ ആയിട്ടുള്ള പ്രാക്ടീസ് ആണ്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള പ്രാക്ടീസിൽ നിന്നും ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് റിഗിംഗ് എന്ത് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതും സെബിയുടെ പ്രൈമറി ഫംഗ്ഷനിൽ വരുന്നതാണ്. അപ്പൊ സെബിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ,
ഇനി നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കാം. Identify the correct statement related to SEBI. Option A, established as a statutory body in 1988. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ് അല്ലെ. സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയത് 1992 കേട്ടോ. ഓക്കെ, അത് പഠിച്ചിരിക്കണേ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ചെക്ക് ദ പ്രൈസ് റിഗിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. അത് ശരിയാണ് കേട്ടോ. അതായത് സെക്യൂരിറ്റി മാർക്കറ്റിലുള്ള പ്രൈസ് റിഗിംഗ് ചെക്ക് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് സെബിയുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഹെഡ്ക്വാർട്ടേഴ്സ് അറ്റ് ന്യൂഡൽഹി. സെബിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി ആണോ? അല്ല, മുംബൈ ആണ്. അപ്പൊ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ഡിയും എന്താണ്? തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. ചെക്ക് പ്രൈസ് റിഗിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ സെബിനെ കുറിച്ച് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇനി അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് among the following is not a method of flotation of capital? ഓപ്ഷൻ എ, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഓപ്ഷൻ ബി, റൈറ്റ് ഇഷ്യൂ. ഓപ്ഷൻ സി, പ്രൈവറ്റ് പ്ലേസ്മെന്റ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. മെത്തേഡ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ എന്നുള്ള ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ വരാത്ത മെത്തേഡ് ഏതാന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ എന്താണ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഓക്കെ, നമുക്ക് ആദ്യം എന്താണ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ എന്നുള്ളത് നോക്കാം. ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ refers to the process through which a company raises fund from public or investors by issuing shares or securities. ഓക്കെ, എന്താണ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ? അതായത് ഒരു കമ്പനി ഇൻവെസ്റ്റേഴ്സിന് ഷെയർസും സെക്യൂരിറ്റീസും ഇഷ്യൂ ചെയ്യുന്നതിലൂടെ കമ്പനി റേസ് ചെയ്യുന്ന ഫണ്ടിനെയാണ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ പ്രോസസ്സിലൂടെ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിനെയാണ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത് ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ അല്ലെ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നതിലൂടെ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ പബ്ലിക്കിന്റെ അടുത്തുനിന്ന് ഫണ്ട് റേസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള മെത്തേഡുകളാണ് താഴെ തന്നത്. ഒന്ന്, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, IPO എന്ന് പറയും. അതായത് ഒരു കമ്പനിയുടെ ഷെയർ പബ്ലിക്കിന് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്, ടു റേസ് ക്യാപിറ്റൽ. ഇവിടെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ പബ്ലിക്കിന്റെ അടുത്തുനിന്ന് ഫണ്ട് റേസ് ചെയ്യാം അല്ലെങ്കിൽ ക്യാപിറ്റൽ റേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന് പല മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊരു മെത്തേഡാണ് IPO. ഓക്കെ, അപ്പൊ IPO കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഇവിടെ ഇത്രയും കാര്യം ഓർത്തിരിക്കുക. അതായത് ഒരു കമ്പനി ഫസ്റ്റ് ടൈമില് പബ്ലിക്കിന് കയ്യിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുന്നതിന് ആണ്, അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്ത് ഫണ്ട് റേസ് ചെയ്യുന്നതിനെയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റലിന്റെ ഒരു മെത്തേഡാണ്. രണ്ടാമത്, റൈറ്റ് ഇഷ്യൂ. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആർ ഗിവൺ ദ റൈറ്റ് ടു ബൈ അഡീഷണൽ ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട് പ്രൈസ്. അതായത് കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അഡീഷണൽ ആയിട്ടുള്ള ഷെയർ ഡിസ്കൗണ്ട് പ്രൈസിൽ വാങ്ങാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. അതിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇനി പ്രൈവറ്റ് പ്ലേസ്മെന്റ്. ഷെയർസ് ആർ സോൾഡ് ഡയറക്ട്ലി ടു എ സെലക്ട് ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് പബ്ലിക്. അതായത് കമ്പനി ഷെയർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതിന് പകരം സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന് ഡയറക്ട്ലി ഷെയർ വിൽക്കുകയാണ്. അതിനെയാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതും എന്താണ്? ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റലിന്റെ ഒരു മെത്തേഡാണ്. ഇനി നാലാമത്തത്, ഓഫർ ഫോർ സെയിൽ. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് സെൽ ദെയർ ഷെയർ ടു ദ പബ്ലിക്. അതായത് കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ അവരുടെ ഷെയർ പബ്ലിക്കിന് വിൽക്കുകയാണ്. അതിനെ ഓഫർ ഫോർ സെയിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റലിന്റെ ഒരു മെത്തേഡാണ്. ദെൻ ബോണസ് ഇഷ്യൂ. അഡീഷണൽ ഷെയർസ് ആർ ഇഷ്യൂഡ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഫോർ ഫ്രീ ബേസ്ഡ് ഓൺ ദെയർ കറന്റ് ഹോൾഡിംഗ്. ചില സമയത്ത് കമ്പനി അവരുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ഓഫ് കോസ്റ്റിന് അഡീഷണൽ ഷെയർസ് ഇഷ്യൂ ചെയ്യും. അതിനെ ബോണസ് ഇഷ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. അപ്പൊ ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റലിന്റെ മെയിൻ മെത്തേഡുകളാണ്: ഒന്ന്, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്; രണ്ട്, റൈറ്റ് ഇഷ്യൂ; മൂന്നാമത്തത് പ്രൈവറ്റ് പ്ലേസ്മെന്റ്; നാലാമത്തത് ഓഫർ ഫോർ സെയിൽ; അഞ്ചാമത്തത് ബോണസ് ഇഷ്യൂ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വിച്ച് among the following is not a method of flotation of capital? ഓപ്ഷൻ എ, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. അതൊരു മെത്തേഡ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ആണ് അല്ലെ. റൈറ്റ് ഇഷ്യൂ, അതും ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഒരു മെത്തേഡാണ്. പ്രൈവറ്റ് പ്ലേസ്മെന്റ്, അതും എന്താണ്? ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റലിന്റെ ഒരു മെത്തേഡാണ്. അപ്പം തെറ്റായിട്ടുള്ളത് നൺ ഓഫ് ദീസ് ആണ്. നൺ ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്താണ്, റൈറ്റ് ഇഷ്യൂ എന്താണ്, പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ,
ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. 15ാമത്തെ ചോദ്യം. ദ മാർക്കറ്റ് ത്രൂ വിച്ച് RBI can implement its monetary policies. Option A, money market. Option B, capital market. Option C, forex market. Option D, debt market. ഇത് RBI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. RBI ഇക്കോണമിയിലെ മണി സപ്ലൈ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മോണിറ്ററി പോളിസി ഉണ്ട്, രണ്ടാമത്തത് നോൺ മോണിറ്ററി പോളിസി ഉണ്ട്. അപ്പൊ ഇതിൽ മോണിറ്ററി പോളിസിയിൽ വരുന്ന ഇംപ്ലിമെന്റ് ചെയ്ത ഏത് മാർക്കറ്റിലൂടെയാണെന്നാണ് ചോദിക്കുന്നത്. മോണിറ്ററി പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഏത് മാർക്കറ്റിലൂടെയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് മോണിറ്ററി പോളിസി എന്നുള്ളത് നോക്കാം. മോണിറ്ററി പോളിസി റെഫേഴ്സ് ടു ദ ആക്ഷൻസ് ആൻഡ് മെഷേഴ്സ് ടേക്കൺ ബൈ സെൻട്രൽ ബാങ്ക് ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് മണി സപ്ലൈ, ഇൻട്രസ്റ്റ് റേറ്റ്, ക്രെഡിറ്റ് അവൈലബിലിറ്റി ഇൻ ദ ഇക്കോണമി. അതായത് നമ്മുടെ ഇക്കോണമിയിലുള്ള മണി സപ്ലൈ, ഇൻട്രസ്റ്റ് റേറ്റ്, ക്രെഡിറ്റ് അവൈലബിലിറ്റി ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റെഗുലേറ്റും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് RBI എടുക്കുന്ന മെഷേഴ്സുകളെയാണ് മോണിറ്ററി പോളിസീസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മളെ ഇക്കോണമിയിൽ ഇൻഫ്ലേഷൻ കൂടുതലാണ്. അപ്പൊ ഈ ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് RBI എന്ത് ചെയ്യും? കുറച്ച് മോണിറ്ററി പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ തന്ന സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ പോയിന്റിലേക്ക് നോക്കൂ. ദ RBI യൂസസ് മണി മാർക്കറ്റ് ടു ഇംപ്ലിമെന്റ് ഇറ്റ്സ് മോണിറ്ററി പോളിസി. അപ്പൊ മോണിറ്ററി പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് RBI ഉപയോഗിക്കുന്നത് ഏത് മാർക്കറ്റാണ്? മണി മാർക്കറ്റ് ആണ് കേട്ടോ. അപ്പൊ എന്താണ് മണി മാർക്കറ്റ്? മണി മാർക്കറ്റ് ഉണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. അവിടെ മണി മാർക്കറ്റ് ഡീൽ വിത്ത് ഷോർട്ട് ടേം ഫണ്ട് ആൻഡ് ഇൻസ്ട്രുമെന്റ് ലൈക്ക് ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ആൻഡ് റിപ്പോസ്. അതായത് ഷോർട്ട് ടേം ഫണ്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ്. ട്രഷറി ബില്ലുണ്ട്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഉണ്ട്, റിപ്പോസ് ഉണ്ട്. ഇതൊക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. അതായത് മണി മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ അതൊന്നും അറിഞ്ഞിരിക്കാം. ദെൻ സെൻട്രൽ ബാങ്ക് അഥവാ RBI എടുക്കുന്ന പ്രധാനപ്പെട്ട മോണിറ്ററി പോളിസീസ് ആണ്. ഒന്ന്, റിപ്പോ റേറ്റിൽ ചേഞ്ച് ചെയ്യുക, റിവേഴ്സ് റിപ്പോ റേറ്റിൽ ചേഞ്ച് ചെയ്യാം, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഇത് പ്രധാനപ്പെട്ടാണ് കേട്ടോ. വേറെ കുറെ പോളിസീസ് ഉണ്ട്. ജസ്റ്റ് ഇത് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക് വൈസ് പറയുമ്പോൾ നമ്മൾ നോക്കും. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്നും കൂടി നോക്കാം. ദ മാർക്കറ്റ് ത്രൂ വിച്ച് RBI ക്യാൻ ഇംപ്ലിമെന്റ് ഇറ്റ്സ് മോണിറ്ററി പോളിസി. ഏതാണ്? മണി മാർക്കറ്റ് ആണ്. അപ്പൊ മണി മാർക്കറ്റിലൂടെയാണ് RBI മോണിറ്ററി പോളിസീസ് ഒക്കെ എന്ത് ചെയ്യുക? ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഓപ്ഷൻ വരുന്നത് A ആണ്. ഇനി 16ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അസറ്റ് ഹെൽഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഹെൽഡ് ചെയ്യുന്ന അസറ്റ് അല്ലാത്തത് ഏതെന്നാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞത്. ഓപ്ഷൻ എ, ബിൽ ഡിസ്കൗണ്ടഡ്. ഓപ്ഷൻ ബി, കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ്. ഓപ്ഷൻ സി, മണി ലെൻഡ് അറ്റ് ഷോർട്ട് നോട്ടീസ്. ഓപ്ഷൻ ഡി, ക്രെഡിറ്റ് ബാലൻസ് വിത്ത് RBI. ഇപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ട എന്താന്ന് വെച്ചാല്, ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാം? ഡെപ്പോസിറ്റ് സ്വീകരിക്കാം. അതേപോലെ തന്നെ ലോൺ കൊടുക്കാം പബ്ലിക്കിന്. അപ്പൊ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൊമേഴ്ഷ്യൽ ബാങ്ക് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയാണെങ്കിൽ അത് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ലയബിലിറ്റി ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ഒരു ഫണ്ട് സേവിങ്സ് അക്കൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു. അപ്പൊ ബാങ്കിന്റെ ലയബിലിറ്റി ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് പബ്ലിക്കിന് ലോൺ കൊടുക്കുന്നു വിചാരിക്കാം. ലോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ എന്താണ്? അസറ്റ് ആണ്. ഓക്കെ, അപ്പൊ ആ കാര്യം ഒന്ന് ഓർത്തിരിക്കണേ. അതാണ് ഇതിന്റെ ബേസ്. ഈ ക്വസ്റ്റിന് ബേസ് എന്ന് പറയുന്നത് അതാണ്. ഇനി നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബിൽ ഡിസ്കൗണ്ടഡ് എന്താണ്? These are short-term loan given by banks against bill of exchange. They are considered asset because they represent the funds the bank expect to receive. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ബിൽ ഡിസ്കൗണ്ട്? അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക് കൊടുക്കുന്ന ഒരു ഷോർട്ട് ടേം ലോൺ ആണ് ബിൽ ഡിസ്കൗണ്ട്. അതായത് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിലൂടെ കൊമേഴ്ഷ്യൽ ബാങ്ക് പബ്ലിക്കിനോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിക്ക് കൊടുക്കുന്ന ഷോർട്ട് ടേം ലോൺ ആണ് ബിൽ ഡിസ്കൗണ്ട്. അപ്പൊ കമ്പനി കൊടുക്കുന്ന അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുന്ന ലോൺ ആയതുകൊണ്ട് തന്നെ ഇത് എന്തായിട്ടാണ് കണക്കാക്കുക? അസറ്റ് ആയിട്ടാണ് കണക്കാക്കുക. അപ്പൊ ബിൽ ഡിസ്കൗണ്ട് എന്നാണ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ അസറ്റ് ആണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കൂ, കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ്. അതായത് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ലയബിലിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പം കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ് എന്നാണ്
ലയബിലിറ്റി ആണ് കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കൂ. മണി ലെൻഡ് അറ്റ് ഷോർട്ട് നോട്ടീസ്. ഷോർട്ട് നോട്ടീസ് ലോൺ ഓർ അഡ്വാൻസ് ഗിവൺ ബൈ ബാങ്ക്സ് ആർ അസറ്റ് ആസ് ദ ഗ്യാരണ്ടി ദ ഇൻട്രസ്റ്റ് ഇൻകം, അല്ലെ? അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക് പബ്ലിക്കിന് ഷോർട്ട് ടേമിലേക്ക് വേണ്ടിയിട്ട് ഫണ്ട് അഡ്വാൻസ് ചെയ്യാണ് അല്ലെങ്കിൽ ലോൺ പ്രൊവൈഡ് ചെയ്യും. അത് ബാങ്കിന്റെ എന്താണ്? അസറ്റ് ആണ് കേട്ടോ. ബാങ്ക് കൊടുക്കുന്ന ലോണ് ബാങ്കിന്റെ അസറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് നോക്കൂ. ക്രെഡിറ്റ് ബാലൻസ് വിത്ത് RBI. These are the reserve or deposit held by banks with the RBI which are considered asset as the represent fund available to bank. അതായത് ചില സമയത്ത് ചില കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അവരുടെ റിസർവ്സ് അല്ലെങ്കിൽ അവരുടെ കുറച്ച് ഫണ്ട് RBI കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ അത് ബാങ്കിന്റെ എന്താണ്? അസറ്റ് ആണ്. ഓക്കെ, ബാങ്കിന്റെ അസറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് വിത്ത് RBI എന്താണ്? അസറ്റ് ആണ്. ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടി നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അസറ്റ് ഹെൽഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്? ബിൽ ഡിസ്കൗണ്ടഡ് എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ അസറ്റ് ആണ്. കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ് അസറ്റ് ആണോ? അല്ല. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഏതെങ്കിലും കസ്റ്റമർ കുറച്ച് ഫണ്ട് അല്ലെങ്കിൽ കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ലയബിലിറ്റി ആണ്, ബാധ്യതയാണ്. ഓക്കെ, ഇനി മണി ലെൻഡ് അറ്റ് ഷോർട്ട് നോട്ടീസ് ഇതെന്താണ്? ബാങ്കിന്റെ അസറ്റ് ആണ്. ഇനി ക്രെഡിറ്റ് ബാലൻസ് വിത്ത് RBI ഇത് ബാങ്കിന്റെ അസറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി 17ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. 17ാമത്തെ ചോദ്യം, ദ ഓണർഷിപ്പ് ഓഫ് ഇന്ത്യൻ പബ്ലിക് സെക്ടർ ബാങ്ക് റെസ്റ്റ് wholly with the government of India, jointly with the government of India and shareholders from the public. Option C, jointly with the government of India and State Bank of India. Option D, wholly with the Reserve Bank of India. അതായത് നമുക്ക് ബാങ്കുകളെ പല ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പബ്ലിക് സെക്ടർ ബാങ്ക് ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഉണ്ട്, ഫോറിൻ ബാങ്ക്സ് ഉണ്ട്, റീജിയണൽ റൂറൽ ബാങ്ക്സ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഇന്ത്യൻ പബ്ലിക് സെക്ടർ ബാങ്ക്സിന്റെ ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ് ഉണ്ടാവും? ഓക്കെ, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Indian public sector banks are banks where majority of stake, that is more than 50%, is held by government of India. അപ്പൊ ഇന്ത്യയിലെ ഒരു പബ്ലിക് സെക്ടർ ബാങ്ക് ആവണമെങ്കിൽ ആ ബാങ്കിന്റെ ടോട്ടൽ ഷെയറിൽ 50% കൂടുതൽ ആരുടെ കയ്യിൽ വേണം? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിലാണ് അതൊരു പബ്ലിക് സെക്ടർ ബാങ്ക് ആയിട്ട് നമ്മൾ കണക്കാക്കുക. Okay, however, these banks are listed in stock exchange and the portion of shares is owned by the private shareholders. Okay, അപ്പൊ ഇതേ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടാവും? ഏതെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവരുടെ ബാക്കി ഷെയർ എന്ത് ചെയ്യും? പ്രൈവറ്റിന് ഓൺ ചെയ്യാം അല്ലെങ്കിൽ പ്രൈവറ്റിന് വാങ്ങാം. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ദിസ് മേക്സ് ഓണർഷിപ്പ് ജോയിൻലി ഷെയർഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് പബ്ലിക് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ഇവിടെ പറഞ്ഞ കാര്യം ക്ലിയർ ആയല്ലോ. അപ്പൊ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു പബ്ലിക് സെക്ടർ ബാങ്ക് എടുത്താൽ അതിൽ 50% കൂടുതൽ ആരുടെ കയ്യിൽ വേണം? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതൊരു പബ്ലിക് സെക്ടർ ബാങ്ക് ആയിട്ട് കണക്കാക്കും. ബാക്കി ആരുടെ കയ്യിലായിരിക്കും? പബ്ലിക് ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിലായിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇനി ആ ക്വസ്റ്റിലേക്ക് ഒന്ന് നോക്കൂ. ദ ഓണർഷിപ്പ് ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് റെസ്റ്റ് വിത്ത് വോളി ഓൺഡ് വിത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണോ? തെറ്റാണ് അല്ലെ. ഇനി ജോയിൻലി വിത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഫ്രം പബ്ലിക്, അത് ശരിയാണോ? ഓക്കെ, ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കൂ. ജോയിൻലി വിത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അത് തെറ്റായിട്ടുള്ളതാണ്. വോളി ഓൺഡ് വിത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതും തെറ്റായിട്ടുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഇനി 18ാമത്തെ ചോദ്യം, ദ മാക്സിമം എമൗണ്ട് സ്റ്റിപ്പുലേറ്റഡ് ഫോർ RTGS transaction is 2 lakh, B 10 lakh, C 50 lakh, no limit. ഇപ്പൊ അവിടെ എന്താ പറഞ്ഞത്? RTGS എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് അല്ലെ. അതായത് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് RTGS, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് എന്ന് പറയും. അപ്പൊ ഈ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റിലൂടെ നമ്മൾ ഒരു ഫണ്ട് വേറൊരാൾക്ക് അയക്കുന്നതിന് എന്തെങ്കിലും ലിമിറ്റ് ഉണ്ടോ? ആ ലിമിറ്റ് എന്താണ്? മാക്സിമം ലിമിറ്റ് എന്താണെന്നാണ് നമ്മളെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ഓക്കെ, നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. RTGS എന്താന്നുള്ളതൊന്ന് പഠിച്ചിരിക്കണേ. RTGS എന്ന് പറയുന്നത് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ്സ് എ ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം യൂസ്ഡ് ഫോർ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ. അതായത് വലിയ എമൗണ്ടിലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ
ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റമാണ് RTGS. RTGSന്റെ മിനിമം എമൗണ്ട് ട്രാൻസാക്ഷൻ എമൗണ്ട് എന്നുള്ളത് 2 lakh ആണ്. ഓക്കെ, അപ്പൊ മിനിമം എമൗണ്ട് ആണ് എന്ത് 2 lakh. അപ്പൊ RTGS ട്രാൻസാക്ഷനിലൂടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും മിനിമം വാല്യൂ ആണ് 2 lakh. ഓക്കെ, എന്തില്ല, മാക്സിമം ലിമിറ്റ് ഇല്ല. ദർ ഇസ് നോ മാക്സിമം ലിമിറ്റ് ഫോർ RTGS ട്രാൻസാക്ഷൻ. അപ്പൊ ഇത് പഠിച്ചിരിക്കണം. മിനിമം 2 lakh ആണ്, മാക്സിമം നോ ലിമിറ്റ് ആണ് കേട്ടോ RTGS ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം. ഇനി ആ ക്വസ്റ്റിനിലേക്ക് നോക്കൂ. മാക്സിമം എമൗണ്ട് ഉണ്ടോ? ഇല്ല. ദ മാക്സിമം എമൗണ്ട് സ്റ്റിപ്പുലേറ്റഡ് ഫോർ RTGS ട്രാൻസാക്ഷൻ ഈസ് നോ ലിമിറ്റ് ആണ് കേട്ടോ. ഇതിനെന്തില്ല, ലിമിറ്റ് ഇല്ല. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി 19ാമത്തെ ചോദ്യം. ദ ബാങ്ക് ദാറ്റ് ആർ കവേർഡ് അണ്ടർ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീംസ് ഇൻക്ലൂഡ് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്, ഓപ്ഷൻ ബി റീജിയണൽ റൂറൽ ബാങ്ക്, ഓപ്ഷൻ സി ഷെഡ്യൂൾഡ് പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്ക്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. എന്താ ക്വസ്റ്റ്യൻ? ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഉണ്ട്, അതിൽ കവർ ചെയ്യുന്ന ബാങ്ക്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ആണ് കേട്ടോ. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്, ഷെഡ്യൂൾഡ് പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്ക്. അപ്പൊ ഇതിൽ ഏതൊക്കെ ബാങ്കിലാണ് ഈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചത്. അപ്പൊ എന്താണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം? നോക്കാം. ഇറ്റ് ഈസ് a redressal mechanism established by Reserve Bank of India to resolve the complaints against bank related to services like a loan, deposit and a digital transaction. എന്താ അവിടെ പറഞ്ഞത്? അതായത് നമുക്ക് ബാങ്കുമായിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ട്, ലോൺ റിലേറ്റഡ് ആയിട്ടോ ഡെപ്പോസിറ്റ് റിലേറ്റഡ് ആയിട്ടോ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയിട്ടോ, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു റിഡ്രസൽ മെക്കാനിസം ആണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ. ഓക്കെ, ഇറ്റ് എൻഷുർ ക്വിക്ക് ആൻഡ് കോസ്റ്റ് ഫ്രീ റെസൊല്യൂഷൻ ഓഫ് ഗ്രീവൻസ് ഫോർ ബാങ്ക് കസ്റ്റമേഴ്സ്. അതായത് ബാങ്ക് കസ്റ്റമേഴ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും ക്വിക്ക് ആയിട്ടും കോസ്റ്റ് ഫ്രീ ആയിട്ടും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം കവർ ചെയ്യുന്നത് ഏതൊക്കെ ടൈപ്സ് ഓഫ് ബാങ്ക്സ് ആണെന്ന് ചോദിച്ചാൽ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് കവർ ചെയ്യുന്നുണ്ട്, റീജിയണൽ റൂറൽ ബാങ്ക് കവർ ചെയ്യുന്നുണ്ട്, ഷെഡ്യൂൾഡ് പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്ക്സും കവർ ചെയ്യുന്നുണ്ട്. ഇനി ഇത് കവർ ചെയ്യാത്തത് ഏതൊക്കെയാണ്? നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ഉണ്ട്, അതിൽ ഈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം അപ്ലിക്കബിൾ അല്ല. അതേപോലെ തന്നെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട്, അവിടെ എന്തല്ല ഈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം അപ്ലിക്കബിൾ അല്ല. ഓക്കെ, അപ്പൊ ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമിനെ കുറിച്ച്. ഓക്കെ, ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കാം. ദ ബാങ്ക്സ് ദാറ്റ് ആർ കവേർഡ് അണ്ടർ ദ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് കവർ ചെയ്യുന്നുണ്ട്, റീജിയണൽ റൂറൽ ബാങ്ക് കവർ ചെയ്യുന്നുണ്ട്, ഷെഡ്യൂൾഡ് പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്ക് കവർ ചെയ്യുന്നുണ്ട്. ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി ലാസ്റ്റ് ചോദ്യം, 20ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സർവീസ് പ്രൊവൈഡഡ് ബൈ റീറ്റെയിൽ ബാങ്ക്സ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് റീറ്റെയിൽ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യാത്ത സർവീസ് ഏതാണ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. ഓപ്ഷൻ എ ഹോം ആൻഡ് ഓട്ടോ ലോൺസ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ക്രെഡിറ്റ് കാർഡ്, കൺസൾട്ടൻസി. അല്ലെ, നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. ഏത് ആൻസർ വരിക? കൺസൾട്ടൻസി ആണ് അല്ലെ. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ മെയിൻ ആയിട്ടുള്ള സർവീസസിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതിൽ കൺസൾട്ടൻസി സർവീസ് ആര് ചെയ്യാറില്ല? കൊമേഴ്ഷ്യൽ ബാങ്ക് അഥവാ റീറ്റെയിൽ ബാങ്ക് ചെയ്യാറില്ല. ബാക്കിയുള്ള ഇതൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാറുണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യാറുണ്ട്, ഓട്ടോ ആൻഡ് ഹോം ലോൺസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. കഴിഞ്ഞ 2022 നടന്ന എക്സാമിലെ കൊമേഴ്സ് ഭാഗത്തു നിന്നുള്ള 20 ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കവർ ചെയ്തിട്ടുണ്ട്. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ സിലബസ് അനുസരിച്ച് ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസ്സുകൾ ഇതിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ എക്സാം എഴുതുന്ന നിങ്ങളെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.